എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പയർ കൃഷി, ടെറസിലെ പയർ കൃഷി ഞാൻ ഇടയ്ക്ക് കാണിച്ചിരുന്നില്ലേ, അത് ഇതേ വള്ളികളൊക്കെ പന്തലിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. നല്ലോണം വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സ്ലോ ഗ്രോയിങ് ആണ്, കാര്യം നല്ല മഴയാണല്ലോ. ഒരു വളവും ചെയ്യാൻ പറ്റാത്ത പോലെ മഴയാണ്. പിന്നെ ഇലകളിലൊക്കെ, അടിയിലുള്ള ഇലകളിലൊക്കെ നല്ല മഞ്ഞളിപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ഈ മഴയത്ത് പച്ചക്കറികളിലും ഫ്രൂട്ട് പ്ലാന്റ്സിലും അലങ്കാര ചെടികളിലുമൊക്കെ കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് ഈ ഇല മഞ്ഞളിക്കുക. പയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ മഞ്ഞളിപ്പ് കൂടുതലായി പിന്നെ മുകളിലേക്കുള്ള ഇലകൾ പഴുത്ത് അവസാനം ചെടി തന്നെ ഉണങ്ങിപ്പോവാണ് പതിവ്. എനിക്ക് ഒരുപാട് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ പയർ കൃഷി ടെറസിലൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഇത് പയർ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വിത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് 6 പയർ വിത്തുകൾ ഒരുമിച്ച് വാങ്ങി നട്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കായ്ച്ച വരുമ്പോഴാണ് ഇതിലേതൊക്കെ ഏതാണെന്ന് അറിയുന്നത്. അപ്പോൾ അന്ന് ഇത് അതിനിടയിൽ തന്നെ 2-3 തക്കാളി തൈകളും നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ സീഡ്ലെസ് ലെമനാണ്. പയറിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു തന്നത്. ഈ ഇലകൾ പഴുത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പൊതുവെ ഒരു ധാരണ ഇല്ലാതിരുന്നു. ഒരുപാട് വീഡിയോസും ഒരുപാട് കൃഷിക്കാരുടെ അനുഭവങ്ങളും ഒക്കെ സെർച്ച് ചെയ്ത ശേഷം ആണ് ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതായത് തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ ചട്ടികളിലാണല്ലോ നമ്മൾ ടെറസിലൊക്കെ നടുക, മണ്ണിലല്ലല്ലോ. നേരിട്ട് മണ്ണിൽ നടുന്ന പോലെ വളരെ പെട്ടെന്ന് ഈ ചട്ടികളിൽ മൂലകങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് പയർ ചെടികളിൽ പെട്ടെന്ന് മഞ്ഞപ്പ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ എപ്സം സോൾട്ട് എല്ലാ കൃഷിക്കടകളിലും ഒക്കെ കിട്ടും. എപ്സം സോൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് നമ്മുടെ പഞ്ചസാര പോലെ ഇരിക്കും. ചിലത് പിങ്ക് കളറിലും കിട്ടാറുണ്ട്. അല്ലെങ്കിൽ വലിയ തരിയുള്ള പഞ്ചസാരയേക്കാൾ കുറച്ചുകൂടി വലിയ തരിയുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വളരെ ശ്രദ്ധിക്കണം എപ്സം സോൾട്ട് സൂക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങൾ പഞ്ചസാരയെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ എപ്സം സോൾട്ട് ഓരോ സ്പൂണ്, മഴയത്താണെങ്കിൽ അത് വെള്ളത്തിൽ അലിയിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി ചെടിയുടെ ചുവട്ടിലൊക്കെ വെള്ളം കൂടുതലുള്ള ഒരു സമയമായിരിക്കും. അതുകൊണ്ട് നേരിട്ട് ഓരോ സ്പൂണ് ഈ ചെടിയുടെ ഓരോ കടക്കിലും ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ഓരോ ടീസ്പൂണ് നമ്മുടെ എപ്സം സോൾട്ട് നേരിട്ട് മണ്ണിലേക്ക് ചെടിയുടെ കടക്കിൽ നിന്ന് വിട്ട് കുറച്ച് ചട്ടിയുടെ അരികുകളിലേക്ക് ചേർത്ത് മണ്ണ് ഇളക്കി കൊടുത്താൽ ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് പിന്നെ വരില്ല. പിന്നെ മഞ്ഞളിപ്പ് ഉണ്ടാവാറുള്ളത് കടക്കിൽ വെള്ളം കെട്ടി നിന്നിട്ടോ ഓവർ വാട്ടറിങ് കാരണം വേരുകൾ തിങ്ങി നിറഞ്ഞിട്ടോ ഒക്കെ മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത് പലതും പല കാരണങ്ങളിലാണ്. അപ്പോൾ ഇതിലേതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. മഴക്കാലത്ത് പെട്ടെന്നുണ്ടാകുന്ന മഴ കഴിഞ്ഞ് ഉടനെ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് സാധാരണ എപ്സം സോൾട്ടിൻ്റെ പ്രയോഗം കൊണ്ട് നേരെയാവാറുണ്ട്.